നാളെ 2025 മാർച്ച് മാസം 20-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമതായി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആശ്വാസകിരണം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആശ്വാസകിരണം എന്ന പദ്ധതിയുടെ 2ാം ഘട്ട തുക 17 കോടിയിലധികം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദുവാണ് ഈ കാര്യം അറിയിച്ചത്. ആശ്വാസകിരണം പദ്ധതി എന്നത് മുഴുവൻ സമയവും പരിചാരകരെ ആവശ്യമുള്ള കിടപ്പ് രോഗികളെയോ തളർച്ച ബാധിച്ചവരെയോ മറ്റേതെങ്കിലും ഗുരുതരമായ രോഗങ്ങളുള്ളവരോ ആയ ആളുകളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന തുകയാണിത്. നമ്മുടെ വീടുകളിൽ തന്നെ പരിചരണം ആവശ്യമുള്ള വ്യക്തികളെ നാം പരിചരിക്കുമ്പോൾ നമുക്ക് ഈ പദ്ധതിയിലേക്കായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതിയുടെ 2ാം ഘട്ട തുക 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. 600 രൂപ വീതമാണ് ഈ പദ്ധതി വഴിയുള്ള ആനുകൂല്യം. 600 രൂപ വീതം നാളുകളായി കുടിശ്ശികയുള്ളതുകൊണ്ട് തന്നെ ഈ കുടിശ്ശികകൾ അടക്കം തീർത്തുകൊണ്ടായിരിക്കും നൽകുന്നത്. പുതിയ അപേക്ഷകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. പുതുതായി അപേക്ഷിക്കാനുള്ള സമയം അറിയുന്ന മാത്രയിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ പദ്ധതി കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ചേർന്നാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സാമ്പത്തിക സ്ഥിതി നോക്കാതെ തന്നെ സഹായം ലഭിക്കുന്നതാണ്. എന്നാൽ ഇത് 70 വയസ്സ് എന്നുള്ളത് ഇപ്പോൾ 60 വയസ്സിലേക്ക് മാറ്റാനും തീരുമാനങ്ങൾ വരുന്നുണ്ട്. 5 ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ ചികിത്സാ സഹായം. ഇത് 10 ലക്ഷത്തിലേക്ക് ഉയർത്താനും സാധ്യതയുണ്ട്. നിലവിലിപ്പോൾ ഇത് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് എൻറോൾ ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് തന്നെ 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സർവീസ് സെന്റർ വഴിയോ ഇതിലേക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഇതിൽ 70 വയസ്സ് എന്നത് 60 വയസ്സിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചും 5 ലക്ഷം പദ്ധതിയുള്ളത് 10 ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള ചർച്ചകൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവഴി ലഭിക്കുന്ന കാർഡ് ഉപയോഗിച്ച് സംസ്ഥാനത്ത് നിലവിൽ അപ്രൂവൽ ആയിട്ടില്ല. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ ഈ കാർഡിലുള്ള ചികിത്സാ സഹായങ്ങൾ നിലവിൽ ലഭിക്കാത്തത്. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് സ്നേഹപൂർവ്വം സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഏപ്രിൽ 10 ആണ്. ഇത് സംസ്ഥാനത്തെ 1 മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികൾക്കുള്ള സഹായമാണ്. മാതാപിതാക്കൾ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരുമോ മരണപ്പെട്ട കുട്ടികൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക. അർഹരായ കുട്ടികൾക്ക് അവരുടെ സ്ഥാപന മേധാവി മുഖാന്തരം ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു അറിയിപ്പ്, സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉപഭോക്താക്കൾക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 4800 രൂപ കയ്യിൽ വരുന്നതാണ്. മാർച്ച് മാസത്തെ 1600 രൂപയും ഏപ്രിൽ മാസത്തെ 1600 രൂപയും ഒരു മാസത്തെ കുടിശ്ശികയായ 1600 രൂപയും ചേർന്നാണ് 4800 രൂപ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഇത് ഈസ്റ്റർ, പെരുന്നാൾ എന്നീ ആഘോഷങ്ങൾക്കിടയിൽ ആശ്വാസമേകുന്ന ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും വേനൽമഴ ഉണ്ടായിരുന്നു. അടുത്ത 5 ദിവസം വേനൽമഴ തുടരുന്നതാണ്. ഒരു ജില്ലയിലും പ്രത്യേക അലർട്ട് ലഭിച്ചിട്ടില്ല. അതേസമയം എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കരുത്. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. അടുത്തൊരു കാര്യം വാഹന നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വാഹന നിയമങ്ങളിൽ കാര്യമായ മാറ്റങ്ങളാണ് മാർച്ച് 1 നിലവിൽ വന്നിരിക്കുന്നത്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലുള്ള പിഴ 500 രൂപയിൽ നിന്നും 5000 രൂപയായി ഉയർത്തി. മദ്യപിച്ച് വാഹനമോടിച്ചാൽ 1000 രൂപ പിഴയുണ്ടായിരുന്നത് 10000 രൂപയിലേക്കും ഉയർത്തിയിരിക്കുന്നു. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചാൽ കേണ്ട പിഴ 100 രൂപയിൽ നിന്നും 1000 രൂപയിലേക്ക് ഉയർത്തി. കാറുകളിലും മറ്റും സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിലും 1000 രൂപ തന്നെയാണ് പിഴ. ഡ്രൈവിംഗിനിടയിലുള്ള ഫോൺ ഉപയോഗത്തിനും 500 രൂപയിൽ നിന്ന് 5000 രൂപയിലേക്ക് പിഴ ഉയർത്തി. ലൈസൻസ് ഇല്ലെങ്കിൽ 5000 രൂപയാണ് ഇപ്പോഴത്തെ പിഴ. നേരത്തെ ഇത് 500 രൂപയായിരുന്നു. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ 200 രൂപയായിരുന്നത് 2000 രൂപയിലേക്ക് ഉയർത്തി. ഇൻഷുറൻസ് ഇല്ലാതെ 2ാം